ഓർഡർ ചരമോപചാരം. ശ്രീ ബാബു എം പാലിശ്ശേരി. കേരള രാഷ്ട്രീയത്തിലെ നിറസാന്നിധ്യവും മുൻ MLA ശ്രീ ബാബു എം പാലിശ്ശേരി 2025 ഒക്ടോബർ 14 അന്തരിച്ചു. തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടിക്കരയിലെ രാമൻ നായർ അമ്മിണിയമ്മ ദമ്പതികളുടെ മകനായി 1958 മെയ് 13 ജനനം. കുന്നംകുളം നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 12-13 നിയമസഭകൾ അദ്ദേഹം അംഗമായിരുന്നു. 1980 DYFI രൂപവൽക്കരിച്ചപ്പോൾ കൊരട്ടിക്കരയിലെ പ്രഥമ യൂണിറ്റ് പ്രസിഡന്റായി പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തിയ അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ യുവജന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്ന നിർണായക പങ്കുവഹിച്ചു. DYFI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി, CPIM തൃശ്ശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ഗ്രന്ഥശാല സംഘം ജില്ലാ പ്രസിഡന്റ്, CITU തൃശ്ശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി, കേരള കലാമണ്ഡലം എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം, കേരള കരാട്ടെ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് തുടങ്ങി സാംസ്കാരിക, തൊഴിലാളി, കായിക മേഖലകളിലെല്ലാം അദ്ദേഹം സജീവ പങ്കാളിയായിരുന്നു. ജനകീയ പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്ന അദ്ദേഹം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉറച്ച ശബ്ദത്തോടെ അവതരിപ്പിച്ചു. നിയമസഭയിൽ ഇടപെടലുകളിലൂടെ അദ്ദേഹം കുന്നംകുളത്തിൻ്റെ വികസനത്തിന് അടിത്തറയിട്ടു. വായനയും എഴുത്തിനെയും സ്നേഹിച്ചു. സാംസ്കാരിക പ്രവർത്തനം കൂടിയായിരുന്നു അദ്ദേഹം. ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിലും സഹകരണ മേഖലയിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ ശ്രദ്ധേയമാണ്. സൗമ്യമായ ഇടപെടൽ കൊണ്ട് എതിർ രാഷ്ട്രീയ കക്ഷികളുടെ പോലും ആദരവ് പിടിച്ചുപറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ലളിതമായ ജീവിത ശൈലിയും ജനങ്ങളോടുള്ള ഊഷ്മളമായ പെരുമാറ്റവും ബാബു എം പാലിശ്ശേരിയെ വേറിട്ട് നിർത്തി. ബാബു എം പാലിശ്ശേരിയുടെ വിയോഗം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും തൃശ്ശൂർ ജില്ലയിലെ സാമൂഹിക സാഹിത്യ മണ്ഡലത്തിന് നികത്താനാവാത്ത നഷ്ടമാണ്. അച്ചടക്കവും വിനയവും കൈമുതലാക്കിയ ജീവിതം വരും തലമുറയെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് എന്നും ഒരു പാഠപുസ്തകമായി നിലനിൽക്കും. ശ്രീ MR രഘുചന്ദ്രപാൽ. കേരളത്തിലെ മുൻ എക്സൈസ് വകുപ്പ് മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ശ്രീ MR രഘുചന്ദ്രപാൽ 2025 നവംബർ 8 അന്തരിച്ചു. 1950 മാർച്ച് 12 തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളത്ത് രാഘവൻ നാടാർ കമലാഭായി ദമ്പതികളുടെ മകനായി ജനിച്ചു. കോവളം, പാറശാല മണ്ഡലങ്ങൾ പ്രതിനിധീകരിച്ച് സഭയിൽ അംഗമായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് രഘുചന്ദ്രപാൽ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നത്. നിയമപഠനത്തിന് ശേഷം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി. 1980 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവളം മണ്ഡലത്തിൽ നിന്നും ജയിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർലമെന്റ് രംഗത്തേക്ക് പ്രവേശിച്ചത്. തുടർന്ന് 1991 പാറശാല മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 91-95 കാലഘട്ടത്തിൽ K. കരുണാകരൻ മന്ത്രിസഭയിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിരുന്നു. കാഞ്ഞിരംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലയിലും അദ്ദേഹം സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മന്ത്രി പദവിയിലിരിക്കെ എക്സൈസ് വകുപ്പിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. കോവള, പാറശാല മണ്ഡലങ്ങളുടെ വികസനത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ നിസ്തൂലമാണ്. സാംസ്കാരിക രംഗങ്ങളിലും സജീവമായിരുന്നു അദ്ദേഹം. നാടകങ്ങൾ രചിക്കുകയും അഭിനയിക്കുകയും ഗാനങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. KNM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചെയർമാൻ എന്ന നിലയിൽ വിദ്യാഭ്യാസ രംഗത്തും പ്രവർത്തിച്ചു. ജനകീയ നേതാവ്, മികച്ച സംഘാടകൻ, കലാകാരൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച രഘുചന്ദ്രപാൽ നിയമസഭാ നടപടികളിൽ സജീവമായി ഇടപെടുന്ന രംഗം കൂടിയായിരുന്നു. അദ്ദേഹം ജനമനസ്സുകളിൽ എന്നും ഓർമ്മിക്കപ്പെടും. ശ്രീ KK നാരായണൻ. CPIM മുതിർന്ന നേതാവും ധർമ്മടം മുൻ MLA KK നാരായണൻ 2025 ഡിസംബർ 30 അന്തരിച്ചു. 2011 മുതൽ 16 വരെ ധർമ്മടം മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. അദ്ദേഹം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് 2005-2010 നിലയിലും പ്രവർത്തിച്ചു. 1948 ഫെബ്രുവരി 15 കണ്ണൂരിലെ പെരളശ്ശേരിയിൽ, കൈപ്പച്ചേരിയിൽ കുന്നുംപുറത്ത് കണ്ണൻ്റെയും വാഴവളപ്പിൽ മാധുവിൻ്റെയും മകനാണ് അദ്ദേഹം ജനിച്ചത്. ലളിത ജീവിതം കൊണ്ട്, ജനകീയ ഇടപെടൽ കൊണ്ട് കണ്ണൂരിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ തൻ്റേതായ ഇടം കണ്ടെത്തിയ നേതാവായിരുന്നു അദ്ദേഹം. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂട ഭീകരതയ്ക്കെതിരെ പോരാടിയ അദ്ദേഹം പോലീസ് മർദ്ദനത്തിനിരയാവുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, CITU ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ തൊഴിലാളിയുടെ അവകാശങ്ങൾക്ക് അദ്ദേഹം എന്നും നിലകൊണ്ടു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ശക്തിപ്പെടുത്തുന്നതിൽ KK നാരായണൻ വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണ്. കണ്ണൂർ AKG സ്മാരക സഹകരണ ആശുപത്രി പ്രസിഡന്റ്, കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക് ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം മികച്ച സഹകാരിയാണെന്ന് തെളിയിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലയളവിൽ ജില്ലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ വിപ്ലവകരമായ മാറ്റങ്ങളും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. രാഷ്ട്രീയത്തിനതീതമായി സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന അദ്ദേഹം പ്രാദേശിക ചരിത്രത്തിലും സാമൂഹിക വിഷയങ്ങളിലും ആഴത്തിൽ അറിവുള്ള വ്യക്തിയായിരുന്നു. സാധാരണക്കാരായ ജനങ്ങളുടെ ശബ്ദമായി നിലകൊണ്ട ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എക്കാലവും സ്മരിക്കപ്പെടും. KK നാരായണൻ്റെ വിയോഗം കേരളത്തിൻ്റെ പൊതുജീവിതത്തിനും ജനാധിപത്യ സഹകരണ പ്രസ്ഥാനങ്ങൾക്കും തീരാ നഷ്ടമാണ്. ശ്രീ PM മാത്യു. കേരള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും കടുത്തുരുത്തി മുൻ MLA PM മാത്യു 2025 ഡിസംബർ 30 അന്തരിച്ചു. 1991-96 വരെ കടുത്തുരുത്തി നിയമസഭാ മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്നു. കടുത്തുരുത്തി അരുണാശ്ശേരിയിൽ PJ മാത്യു
ത്രേസ്യാമ്മ ദമ്പതികളുടെ മകനായി 1950 സെപ്റ്റംബർ 30 ജനനം. കടുത്തുരുത്തി സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളുടെ പതിറ്റാണ്ടുകളിലും സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് PM മാത്യു തൻ്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചത്. KSC സംസ്ഥാന പ്രസിഡന്റായും യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ബിരുദ പഠനത്തിന് ശേഷം നിയമപഠനവും പൂർത്തിയാക്കിയ അദ്ദേഹം യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ജനകീയ പ്രശ്നങ്ങൾ സജീവമായി ഇടപെട്ടിരുന്നു. 1991 കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥിയായി കടുത്തുരുത്തിയിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 93 പാർട്ടിയിലുണ്ടായ പിളർപ്പിനെ തുടർന്ന് TM ജേക്കബ് വിഭാഗത്തോടൊപ്പം ചേർന്ന അദ്ദേഹം കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൻ്റെ പ്രഥമ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. കർഷകരുടെ അവകാശങ്ങൾക്ക് അദ്ദേഹം നടത്തിയ നിരന്തരമായ പോരാട്ടങ്ങൾ ശ്രദ്ധേയമാണ്. കേരളത്തിലെ സഹകരണ വികസന മേഖലകളിൽ PM മാത്യുവിൻ്റെ പങ്ക് നിസ്തൂലമാണ്. ഒഡെപെക് ചെയർമാനായും KSFE വൈസ് ചെയർമാനായും അദ്ദേഹം സുസ്ഥിരമായ സേവനം കാഴ്ചവെച്ചു. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് ചെയർമാൻ, റബ്ബർ മാർക്ക് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളും അദ്ദേഹം പ്രവർത്തിച്ചു. കൂടാതെ അദ്ദേഹം കേരള സർവകലാശാല സെനറ്റ് അംഗമായും സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ അഡ്വൈസറി ബോർഡ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2025 രൂപീകരിച്ച നാഷണൽ ഫാർമേഴ്സ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായും സ്ഥാനവും അദ്ദേഹം വഹിച്ചിരുന്നു. സത്യസന്ധതയും ലളിത ജീവിതവും മുഖമുദ്രയാക്കിയിരുന്ന PM മാത്യു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി സൗഹൃദം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകൾക്ക് വലിയൊരു നഷ്ടമാണ്. ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ്, മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവും മുൻ മന്ത്രിയുമായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞ് 2026 ജനുവരി 6 അന്തരിച്ചു. 1952 മെയ് 20 എറണാകുളം ജില്ലയിലെ ആലുവ കൊങ്ങോർപിള്ളിയിൽ VU ഖാദറിൻ്റെയും ചിത്തുമ്മയുടെയും മകനാണ് അദ്ദേഹം ജനിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ്, വിവിധ ട്രേഡ് യൂണിയനുകളുടെ അമരക്കാരൻ, മന്ത്രി, നിയമസഭാ സാമാജികൻ എന്നീ നിലകൾ അദ്ദേഹം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു. ഫാക്ടറി ജീവനക്കാരിൽ തുടങ്ങി സംസ്ഥാന മന്ത്രി വരെയായ അതിശയിപ്പിക്കുന്ന രാഷ്ട്രീയ ജീവിതരേഖയാണ് ഇബ്രാഹിം കുഞ്ഞിൻ്റെത്. വിദ്യാർത്ഥി പ്രസ്ഥാനം MSFയിലൂടെയാണ് ഇബ്രാഹിം പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. പിന്നീട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും എറണാകുളം ജില്ലാ മുസ്ലിം ലീഗിൻ്റെയും നേതൃനിരയിലേക്ക് അദ്ദേഹം ഉയർന്നു. എറണാകുളം ജില്ലയിലെ വ്യവസായ മേഖലയായ എല്ലൂർ കേന്ദ്രീകരിച്ച് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളും അദ്ദേഹം സജീവമായിരുന്നു. 2001 മട്ടാഞ്ചേരി മണ്ഡലത്തിൽ അദ്ദേഹം ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് 2006 വീണ്ടും മട്ടാഞ്ചേരിയിൽ നിന്നും 2011-16 കാലങ്ങളിൽ കളമശ്ശേരി മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം വിജയിച്ചു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 2005-2006 കാലഘട്ടത്തിൽ വ്യവസായ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായും 2011-16 കാലയളവിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചു. കേരളത്തിൻ്റെ വികസന ഭൂപടത്തിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം, സിയാൽ ഡയറക്ടർ, ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി അംഗം, തിരുവല്ല ട്രക്കോ എംപ്ലോയീസ് ഓർഗനൈസേഷൻ പ്രസിഡന്റ്, ബിനാനിപുരം ബിനാനി സിംഗ് വർക്കേഴ്സ് ഫെഡറേഷൻ്റെ ആലുവ GTN വർക്കേഴ്സ് അസോസിയേഷൻ്റെയും ജനറൽ സെക്രട്ടറി, ഗ്രന്ഥശാലാ സംഘം ജില്ലാ ബോർഡ് അംഗം, എറണാകുളം ജില്ലാ വികസന സമിതി അംഗം എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു. ചന്ദ്രിക പത്രത്തിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വ്യവസായ മേഖലയിൽ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ സംസ്ഥാന ഭാരവാഹി എന്ന നിലയിലും നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. ഭരണരംഗത്തെ മികവ് പരിഗണിച്ച് ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ അടുപ്പവും ഭരണകാര്യങ്ങളിൽ കാണിച്ച ദൃഢനിശ്ചയവും അദ്ദേഹത്തെ വേറിട്ട വ്യക്തിത്വമായി മാറ്റി. വിവിധ മേഖല വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയതിലൂടെ VK ഇബ്രാഹിം കുഞ്ഞ് സംസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ തൻ്റേതായ പങ്കുവഹിച്ച വികസന പ്രവർത്തനം അദ്ദേഹം കാണിച്ച ജാഗ്രതയും സംഘാടക നില മികവും എന്നും സ്മരിക്കപ്പെടും. ശ്രീ തോമസ് കുതിരവട്ടം, മുതിർന്ന നേതാവും മുൻ രാജ്യസഭാംഗവുമായ തോമസ് കുതിരവട്ടം 2026 ജനുവരി 12 അന്തരിച്ചു. ചെങ്ങന്നൂരിലെ കല്ലിശ്ശേരിയിൽ കുതിരവട്ടത്ത് തോമസ് വർഗീസ്, അന്നമ്മ വർഗീസ് ദമ്പതികളുടെ മകനായി 1945 ജൂൺ 1 ജനനം. ദീർഘകാലം കേരള കോൺഗ്രസ് M പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു. 1985-91 രാജ്യസഭാംഗമായിരുന്നു. ഇന്ത്യൻ പാർലമെന്ററി നടത്തിയ ഇടപെടലുകൾ അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് തോമസ് കുതിരവട്ടം പൊതുപ്രവർത്തന രംഗത്തിൽ കടന്നു വന്നത്. 60കളിൽ KSUവിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം ആരംഭിച്ചു. 64-ൽ കേരള കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടപ്പോൾ പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ KSC കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു നേതാക്കളിൽ ഒരാളാണ് ശ്രീ തോമസ് കുതിരവട്ടം. കേരള കോൺഗ്രസ് മാണി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, വൈസ് ചെയർമാൻ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള അദ്ദേഹം അവിഭക്ത കേരള കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനും ജനറൽ സെക്രട്ടറിയും കൂടിയായിരുന്നു. 1980-ൽ ചെങ്ങന്നൂരിൽ നിന്നും 96-ൽ പത്തനാപുരത്തു നിന്നും നിയമസഭയിലേക്ക് അദ്ദേഹം മത്സരിച്ചിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായും അദ്ദേഹം ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പാർലമെന്റേറിയൻ നിലയിൽ, സാമൂഹിക പ്രവർത്തന നിലയിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ വലുതാണ്. രാജ്യസഭാംഗമായിരിക്കെ ബൊഫേഴ്സ് ഇടപാടിനെക്കുറിച്ച് അന്വേഷിച്ച ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റി അംഗമായും പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ അംഗീകാരമായിരുന്നു.
പാർലമെൻറ്റിൻ്റെ വിവിധ സമിതിയിൽ അദ്ദേഹം അംഗമായിരുന്നു. അദ്ദേഹം കേരളത്തിൻ്റെ റെയിൽവേ, കാർഷിക വികസനം എന്നീ വിഷയങ്ങളിൽ ശക്തമിടപെടൽ നടത്തി. 2010 മുതൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തോമസ് കുതിരവട്ടം അധികാരത്തിൻ്റെ പകിട്ടുകളെക്കാൾ സാധാരണക്കാരുടെ സ്നേഹത്തിന് വില കൽപ്പിച്ച നേതാവായിരുന്നു. എതിർപ്പുകളെ പുഞ്ചിരിയോടെ നേരിട്ടിരുന്ന അദ്ദേഹം കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ ശബ്ദമായിരുന്നു. വിയോഗവേളയിൽ അദ്ദേഹം അവശേഷിപ്പിച്ച പോകുന്നത് ആദർശശുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ്. അന്തരിച്ച മഹത് വ്യക്തികളുടെ ആദരസൂചകമായി നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം.